ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. റീഡിങ്ങിലേക്ക് പോവാണ്. ആദ്യത്തെ കാർഡ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ മിസ്സിങ് ദി സൈൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നു, അതിനുള്ള അടയാളങ്ങൾ കാണുന്നില്ല എന്നാണ്. ഇവിടെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റാണ്, അവരാണ് ഈ സെപ്പറേഷന് കാരണമെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഇവിടെ ചൈൽഡിഷ് ഇമോഷൻസിനെ കാണുകയാണ്. ഇവിടെ നിങ്ങളെ കാണുവാനായിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്ന, വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. കാണാതാകുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അതുപോലെയുള്ള പരാതിയും പരിഭവവും ഒക്കെ അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളോട് പെരുമാറുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക്ഡ് എനർജി എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണിക്കുന്നു. എന്നാൽ നിങ്ങളെ മിസ് ചെയ്യുന്നു, അവരുടെ തെറ്റ് തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നേ. മജീഷ്യൻ അവരുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്, നാച്ചുറൽ ബോൺ ലീഡറാണ് കാണിക്കുന്നത്. അവർ ഇന്ന് നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവരിലെ യാത്രയെ 6 ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നു. ഒരു ട്രാൻസിഷൻ ആണ് അവരുടെ എനർജിയോട് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുമ്പോൾ അവരിലേക്ക് ഉണ്ടാകുന്ന പ്രോഗ്രസിനെ കാണിക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അവർക്ക് വളരെയേറെ ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുന്നത് പോലെ ഫീൽ ചെയ്തു. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഹീലിംഗ് ആണ് സംഭവിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് ആരുടെ ഭാഗത്താണെന്നുള്ള തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജിയെ, ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയെ കാണിക്കുകയാണ്. ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ്, ഒരു ട്രാൻസിഷൻ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജേണിയാണ്. അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണുവാനുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. പാസ്റ്റിലെ തെറ്റുകൾ തിരുത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. 3 ഓഫ് കപ്സിൻ്റെ എനർജി അവരും നിങ്ങളും കാണുവാനായിട്ടുള്ള ആ ഒരു സന്ദർഭത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടൊരു കൂടിച്ചേരലിനെ കാണിക്കുന്നു. സിബ്ലിങ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള എനർജി. അതോടൊപ്പം തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് അത്രയും ഹാപ്പിനെസ് വരുന്നൊരു നിമിഷം. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരുന്ന പേഴ്സൻ്റെ എനർജിയും കാണിക്കുകയാണ്. ടെമ്പറൻസിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ടെമ്പറൻസിൻ്റെ എനർജി പറയുന്നത് ജീവിതത്തിൻ്റെ മധ്യപാതയിലാണ് ഞാൻ, എവിടെയും എത്തിയിട്ടില്ല, എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് എത്തണം. അതിന് എനർജി ബ്ലെൻഡ് ചെയ്യുന്ന പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാലൻസ് ഇല്ലായ്മയാണ്. ഈ ഒരു പിക്ചർ നോക്കി മനസ്സിലാകുന്ന ഒരു സൈഡിൽ മൂണും ഒരു സൈഡിൽ സണ്ണുമാണ്. മൂണിൻ്റെയും സണ്ണിൻ്റെയും എനർജി എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിഴലിനെ കാണിക്കുകയാണ്, മറയ്ക്കപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളും അവരും സെപ്പറേഷനിൽ വരാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അവർക്കായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇവിടെ മാക്സിമം എനർജി എടുക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. 6 ഓഫ് പെൻഡക്കിൾ എനർജി റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ഒരു ബന്ധത്തിൽ ഇനി മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്, പുരോഗതി വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്നു എന്നാണ്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവരെ അവരുടെ സുഹൃത്തുക്കൾ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ തന്നെയാണ് സഹായിക്കുന്നത്. സെൽഫിഷ് ആയിട്ടുള്ളൊരു പേഴ്സണെ കാണിക്കുകയാണ്. പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണെന്ന് പറയുന്നു, അവരുടെ പ്രോഗ്രസ് നോക്കിക്കൊണ്ടാണ്. എന്നാൽ അതിനുശേഷം അവരിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് വന്നിട്ടുള്ളത്. അവർ തെറ്റ് ചെയ്തു എന്നുള്ള ബോധമാണ്, ആ തിരിച്ചറിവാണ് വന്നിട്ടുള്ളത്. അതുതന്നെയാണ് 9 ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ അറിയാണ്. ഫീലിംഗ് ഡിപ്രഷൻ, ഫീലിംഗ് സ്റ്റക്ക് എന്നുള്ളൊരു എനർജിയാണ് വന്നിട്ടുള്ളത്. അവരിലേക്ക് കരേജ് നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നു. രാത്രി ഉറങ്ങാനും പോലും സാധിക്കാത്തൊരവസ്ഥ. നിങ്ങൾ അത്രയേറെ മിസ് ചെയ്യുകയാണ്. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജി. അവർക്ക് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബെറ്റർ ലൈഫ്, ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് സൺ കാർഡ് പറയുന്നത്.
എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്, എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കാര്യത്തിൽ സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സൺ കാർഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷനെയാണ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് പ്രപഞ്ചം നിങ്ങളെ എത്തിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത്രയേറെ സന്തോഷിക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ പ്രണയിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ തിരിച്ചുവരവെന്ന് പറയുന്നത് നമുക്ക് അത്രയേറെ ആത്മസംതൃപ്തിയാണ് ഉണ്ടാകുന്നത്, അല്ലേ? അത്രയേറെ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. അപ്പൊ അവരിലേക്ക് തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ വരിക എന്ന് പറയുമ്പോൾ അത് തന്നെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊരു നേട്ടമാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ്. നമുക്കിനി ഒറക്കൽ ഡെക്ക് എടുത്ത് നോക്കാം. എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. എംപവേർഡ് ലവ് ഹാർനസ് യുവർ സ്ട്രെങ്ത് ആൻഡ് ലവ് വിത്ത് കോൺഫിഡൻസ്. ഇവിടെ ശക്തിയും സ്നേഹവും വളർത്തിയെടുക്കാൻ കോൺഫിഡൻസോട് കൂടി ചെയ്യാനാണ് പറയുന്നത്. ആ ഒരു കോൺഫിഡൻസോട് കൂടി പ്രവർത്തിക്കാനാണ് പറയുന്നത്. കാരണം അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇനി അവരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്താ വേണ്ടത്? കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു സ്നേഹത്തെ, ആ ഒരു സ്നേഹത്തിൻ്റെ പവറിനെ, അതിനെ വളർത്തിയെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പെർഫെക്റ്റ് മൂവ്സ് കീപ് ദി സ്പിരിറ്റ് ഓഫ് പ്ലേ ആൻഡ് ഫൺ അലൈവ് ടു ബി ക്ലോസർ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു സമയത്ത് എൻഡായിപ്പോയി എന്ന് കരുതിയിട്ടുള്ള സ്നേഹമാണ്. അപ്പോൾ അവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവ്സ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിനോദത്തിൽ ഏർപ്പെടുക, നിങ്ങൾക്ക് ഫണ്ണായിട്ടുള്ളത്, നിങ്ങൾ മാത്രമായിട്ടുള്ള സമയത്തിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് ചെല്ലുക എന്നാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരു എൻഡിങ് സംഭവിച്ചതാണ്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഇനി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്ത് തന്നെയായാലും നല്ലൊരു അന്തരീക്ഷം വേണം, യാത്രകൾ വേണം. ഓക്കെ, അപ്പം നല്ല നല്ല വിനോദങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രയെയും നിങ്ങൾ മാത്രമുള്ള നിമിഷങ്ങളെയും യൂണിവേഴ്സ് പറയുകയാണ് അങ്ങനെ വേണം ഇനി തുടങ്ങാൻ എന്ന് പറയുകയാണ്. റൈറ്റ് ടൈമിംഗ്, ഹാവ് ഫെയ്ത്ത് ആൻഡ് വെയിറ്റ് അൻറ്റിൽ യു ഫൈൻഡ് ദി റൈറ്റ് വൺ. അപ്പോൾ ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ പറയുകയാണ്. റൈറ്റ് ടൈമാണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. അതിനുള്ള സമയമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ്. സ്വയം സ്നേഹിക്കപ്പെടുമ്പോഴാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാകുന്നത്, മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു എന്നാണ്. നിങ്ങൾ എന്താണോ ക്ലെയിം ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് പ്രപഞ്ചം നിങ്ങളെ എത്തിക്കുന്നു എന്നാണ്. എടുത്തു ചാടി പ്രവർത്തിച്ചുകൊണ്ട് എന്നാൽ ഒന്നും സാധിക്കില്ല. നമ്മൾ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഇവിടെ യൂണിവേഴ്സിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലാണ് അർപ്പിക്കേണ്ടത്, പ്രപഞ്ചത്തിലാണ് കൊടുക്കേണ്ടത്. തെറ്റിത്തിരുത്തിക്കൊണ്ട് അവർ വരാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് നിങ്ങളുടെ പ്രയർ തന്നെയാണ്. അത് മനസ്സിലാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ സമയമായി എന്നുള്ളൊരു എനർജിയാണ്. ഇത്രയും നാൾ കാത്തിരുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് കാത്തിരിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് എവിടെ എൻഡായി പോകുന്ന ഒന്നല്ല. കോൺഫിഡൻസ് വേണം. എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചിന്ത വേണ്ട. നിങ്ങളെ കൊണ്ടേ സാധിക്കൂ. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു സ്നേഹത്തെ നിലനിർത്താൻ ആത്മവിശ്വാസം, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കേ നൽകാൻ പറ്റുള്ളൂ. ഒരു ബന്ധം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ആ ഒരു സ്നേഹം. തെറ്റ് സംഭവിച്ചിട്ടുണ്ടില്ല പറയുന്നില്ല. ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ഇവർ വരാൻ തയ്യാറാകുമ്പോൾ പാസ്റ്റിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്, അതിനെ തിരുത്തുവാനായിട്ട് പരസ്പരം ഒരു ബാലൻസ് കൊണ്ടുവരിക. ആദ്യമൊക്കെ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഇവിടെ തുല്യത എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മളൊരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ പരസ്പര പരിഗണന കൊടുക്കണം. ആ ഒരു ബന്ധം ഒരുപോലെ പോകാനായിട്ട് രണ്ടു കൂട്ടരും ഒരുപോലെ പ്രവർത്തിക്കണം, പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഏതൊരു ബന്ധമായാലും നിലനിന്ന് പോവുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യലല്ല ജീവിതം. അഡ്ജസ്റ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നേ. ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കുക എന്നാണ്. എല്ലാവർക്കും എല്ലാം തികഞ്ഞവരല്ല, പോരായ്മകൾ ഉണ്ടാവാം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന പറയാം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് തന്നെയാണ്. പ്രപഞ്ചത്തിൽ ട്രസ്റ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ കാര്യത്തെ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. റീഡിങ് നിർത്താണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.